അമ്മയും മോളൂടെ സ്വകാര്യങ്ങൾ പങ്കിടുന്നതിന്റെ കൂട്ടത്തില് ഇപ്പൊ ഈ രജിസ്ട്രേഷന്റെ കാര്യം മോളോട് പറയണ്ട. എൻഗേജ്മെന്റ് കഴിയട്ടെ. ആ സന്തോഷ നിമിഷത്തിൽ ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് ഈ പ്രമാണം എന്റെ മോളുടെ കൈ കൊടുക്കണം. ശാന്തി, നീ അതൊന്നും കാര്യാക്കണ്ട. ചേച്ചി അങ്ങനെ മനസ്സിൽ വെച്ചൊന്നും പറയുന്നല്ല. ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാ. സർ, എന്നാലും ഇത്ര പെട്ടെന്ന് നല്ല കാര്യങ്ങൾക്ക് അങ്ങനെ നേരവും കാലമൊന്നുമില്ല. നമ്മൾ തീരുമാനിക്കുന്നു, നമ്മൾ നടത്തുന്നു, അത്ര തന്നെ. വേണ്ടപ്പെട്ട സ്ഥലത്തൊക്കെ ഒന്ന് വിളിച്ചു പറയണം. ഹലോ. ഹാ മമ്മി, പറഞ്ഞതുപോലെ ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു. നാളെ ഇവിടെ മോതിരമാറ്റൽ ചടങ്ങിന് അവര് വരുന്നുണ്ട്. നന്നായി. മോതിരമാറ്റത്തിന് മുമ്പ് കൃഷ്ണയായിട്ട് ഞാൻ അവിടെ എത്തിക്കോളാം കേട്ടോ. മമ്മി, പ്രശ്നമൊന്നും വരില്ലല്ലോ? ഇല്ല മോളെ, എന്നേക്കുമായിട്ട് നിന്റെ ജീവിതം ഭദ്രമാവുന്ന ചടങ്ങാണ് ആ മോതിരം മാറ്റം. ഇതൊരു ആൾമാറാട്ടമാണ്. പക്ഷേ ഇതെങ്കിലും അവസാനത്തേതായിരിക്കട്ടെ. അങ്ങനെയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഹാ, എന്തായാലും ഞാൻ ഹാപ്പിയാ. അവളെ നാട്ടിൽ നിന്ന് തന്നെ പൊക്കോളുമല്ലോ. ഇനി ഒരിക്കലും അവളെ എനിക്ക് കാണണ്ട. പിന്നെ ഇങ്ങോട്ട് ആരോ വരുന്നുണ്ട്. ഞാൻ ഫോൺ വെക്കാം. ദൈവമേ, എന്നോട് പൊറുക്കണേ. ഇതിപ്പോ കൃഷ്ണയെ കരുതിക്കൂട്ടി ചതിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നിട്ടും എനിക്കിത് ചെയ്യേണ്ടി വരിക. ശാന്തി, എന്താ സാർ, കുടിക്കാൻ എന്തേലും വേണോ? ഏയ്, കുടിക്കാനൊന്നും ഇപ്പൊ വേണ്ട. താൻ ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ സാർ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം എന്ന് ചെയ്തു തീർക്കാനുള്ള വലിയൊരു കടമ ഞാൻ ചെയ്തു തീർത്തിരിക്കുന്നു. അതെന്താ? ഇതെന്താണെന്നറിയോ? എനിക്കുള്ള സകല വസ്തുവകകളും ഇഷ്ടമുള്ള പേരിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്ന പ്രമാണമാണ്. അതല്ലേ അതിന്റെ ശരി? എന്റെ പേരുള്ളതൊക്കെ എന്റെ മോക്ക് അവകാശപ്പെട്ടതല്ലേ? അതെ, പക്ഷേ ഇപ്പൊ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു സാർ. എന്നായാലും ചെയ്യണം. പിന്നെ എന്റെ മോക്ക് മാത്രമായെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശാന്തിക്ക് ഒരു പോർഷനുണ്ട്. അയ്യോ, എനിക്കെന്തിനാ ഇതൊക്കെ? എന്റെ പേരിലൊന്നും വേണ്ട സാർ. കൃഷ്ണമോളുടെ കാര്യങ്ങൾ നോക്കി കൃഷ്ണമോളെ സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരവസരം തന്നാൽ മാത്രം മതി സാർ. കുറച്ച് സ്വത്ത് എഴുതി വെച്ചൊന്ന് കരുതി നിന്നെ എന്താ നാട് കടത്താൻ പോവാണോ? നീ എന്നും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഇത് എഴുതി തരാനുള്ള അവകാശമാണെന്നുണ്ടെങ്കിൽ നിനക്കല്ലാതെ വേറെ ആർക്കാ ശാന്തി? ഞാനിത് എഴുതി കൊടുക്കട്ടെ? എന്റെ മോളെ ഇത്രയും കാലം സുരക്ഷിതമായി നോക്കി വളർത്തിയതല്ലേ നീ? ഒരു കുറവ് പോലും അറിയിക്കാതെ അവളെ വളർത്തിയവളല്ലേ നീ? അതും ഒരു പെറ്റമ്മ വളർത്തുന്നതിനേക്കാൾ നല്ല രീതിയിൽ. അത് എല്ലാ സ്വത്തും മറ്റുള്ളവരുടെ പേരിൽ എഴുതി കഴിഞ്ഞാൽ സാറിന്റെ പേരിലൊന്നും വേണ്ടേ?
അത് കൊള്ളാവുന്നൊരു ചോദ്യാ. ഞാനത് തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഒരു കുടുംബനാഥന്റെ പേരിൽ സ്വത്തുണ്ടായിരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം എങ്ങനെയാ ജീവിക്കുന്നത്? കുടുംബനാഥന്റെ പേരിലുള്ള സ്വത്ത് അവരുടേതാണെന്ന് അവർ ധരിക്കും. ഇതിപ്പോ ഞാൻ മാറിയെന്ന് ചിന്തിച്ചു. എന്റെ മോളുടെ പേരിലുള്ള സ്വത്ത് എനിക്കും കൂടെ അനുഭവിക്കേണ്ടതാണെന്ന് ഞാൻ അങ്ങ് കരുതും. അത്രേ ഉള്ളൂ. കാലം മാറുകയല്ലേ ശാന്തി, മനുഷ്യന്റെ ചിന്താഗതി മാറണ്ടേ? പിന്നെ അമ്മയും മോളൂടെ സ്വകാര്യങ്ങൾ പങ്കിടുന്നതിന്റെ കൂട്ടത്തില് ഇപ്പൊ ഈ രജിസ്ട്രേഷന്റെ കാര്യം മോളോട് പറയണ്ട. എൻഗേജ്മെന്റ് കഴിയട്ടെ. ആ സന്തോഷ നിമിഷത്തിൽ ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് ഈ പ്രമാണം എന്റെ മോളുടെ കൈ കൊടുക്കണം. അതാ എന്റെ പ്ലാൻ. എന്റെ മോൾക്കുള്ള അച്ഛന്റെ കല്യാണ സമ്മാനം. ശരി, ഞാൻ പറയുന്നില്ലേ. പക്ഷേ ഇതറിയുമ്പോ കൃഷ്ണ മിക്കവാറും ബഹളം വെക്കാൻ സാധ്യതയുണ്ട്. ബഹളം വെച്ചോട്ടെ, എന്റെ മോളല്ലേ, അത് ഞാൻ തണുപ്പിച്ചോളാം. അപ്പൊ ശരി, ഞാൻ ഇതൊന്നും കൊണ്ടുവയ്ക്കട്ടെ. ഹലോ തങ്കം. ഗോപാല, ഒരു കാര്യമുണ്ട്. എന്താ തങ്കം? ശ്രീനിവാസ് സാറ് ഇപ്പൊ എന്നോടൊരു കാര്യം പറഞ്ഞു. സാറിന്റെ സ്വത്ത് മുഴുവൻ കൃഷ്ണയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തുവെന്ന്. ആണോ? അതൊരു നല്ല കാര്യമാണല്ലോ. പക്ഷേ എനിക്കത് വേണ്ടാത്ത കാര്യമായിട്ടാ തോന്നി. സ്വത്തൊക്കെ സാറിന്റെ പേരിലിരിക്കുന്നതല്ലേ നല്ലത്? തങ്കം, അതൊരു അച്ഛന്റെ ഇഷ്ടമല്ലേ, അത് നമുക്ക് എങ്ങനെ തടയാൻ പറ്റുക? എന്റെ പേരിലും എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കതിഷ്ടായില്ല. പക്ഷെ പറഞ്ഞാൽ സാറ് കേക്കില്ലല്ലോ. അതിപ്പോ തങ്കത്തിന്റെ പേരിൽ എഴുതി വെച്ചാലും കൃഷ്ണയുടെ പേരിൽ എഴുതി വെച്ചാലും ശ്രീനിവാസ സാറിന്റെ പേരിൽ കിടന്നാലും അത് കൃഷ്ണമോൾക്കുള്ളതല്ലേ. അതിനിപ്പോ ഒരു ടെൻഷന്റെ ആവശ്യമുണ്ടോ? പക്ഷേ അതാ ശരിക്കും പ്രശ്നം. വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസം പ്രമാണം മോളുടെ കയ്യിൽ കൊടുക്കാനാ സാർ ഉദ്ദേശിക്കുന്നത്. അത് ഗാഥയുടെ കയ്യിലേക്കല്ലേ? അതെ, അത് പ്രശ്നമല്ലേ? അതിന് പ്രശ്നം എന്താ? അതിന്റെ കാര്യം ഓർത്ത് തങ്ക ഒരാളോട് ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. പ്രമാണം ചെയ്തിരിക്കുന്ന കൃഷ്ണയുടെ പേരിലല്ലേ. പ്രമാണം ഗാഥയുടെ കൈ കിട്ടിയാലും അത് വെച്ച് ഗാഥയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ കുഴപ്പം? എനിക്ക് ഇതെല്ലാം കൂടെ കേട്ടിട്ട് എന്തോ പോലെ. ഒരു സമാധാനത്തിന് ഞാൻ ഗോപാലിനെ വിളിച്ചത്. തങ്കം, കൃഷ്ണയുടെയും തങ്കത്തിന്റെയും കഷ്ടപ്പാടുകൾ എന്നേക്കുമായി അവസാനിച്ചു. അതിന് നിത്യേന പുതിയൊരു തെളിവ് വരും. ഇപ്പോ ശ്രീനിവാസ സാർ ചെയ്ത ഈ ഒരു കാര്യവും അത് തന്നെയാ.